കഞ്ചാവ് കേസിൽ പുറത്തിറങ്ങിയ വേടന് തിരിച്ചടിയായി വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത പുലിപ്പല്ല് കേസ്. വേടന് പുലിപ്പല്ല് സമ്മാനിച്ച രഞ്ജിത്ത് കുമ്പിടിക്കായി അന്വേഷണം ആരംഭിച്ചെന്ന് കോടനാട് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. മൃഗവേട്ട ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. പുലിപ്പല്ല് സമ്മാനമായി കിട്ടിയതാണെന്നും ഒറിജിനലാണോ എന്ന് അറിയില്ലെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണ് വേടനും സുഹൃത്തുക്കളും ഇന്നലെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റിലായത്. പോലീസ് ജാമ്യത്തിൽ വിട്ടെങ്കിലും തൊട്ടുപിന്നാലെ വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുത്തു. പുലിപ്പല്ലുമാല സൂക്ഷിച്ചതിന് വേടനെതിരെ നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നുവെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. വിദേശത്ത് താമസക്കാരനായ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത്ത് കുമ്പിടി എന്ന ആളാണ് വേടന് പുലിപ്പല്ല് നൽകിയത്. മൃഗവേട്ട, ഇത്തരം വസ്തുക്കൾ കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. തനിക്ക് സമ്മാനമായി ലഭിച്ചതിനാൽ ഒറിജിനലാണോ എന്ന കാര്യം പരിശോധിച്ചിരുന്നില്ലെന്നാണ് വേടൻ വനംവകുപ്പിന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് ഒന്നും കൈവശം വെക്കാനായിട്ട് നിയമപരമായി അനുവദിക്കുന്നില്ല. അറിയാതെ പോലും അത് ചെയ്യാൻ പാടില്ല. അതാണ് ആ കുറ്റത്തിന്റെ ഒരു ഡെൻസിറ്റി അവിടെയാണ് വരുന്നത്. ചെന്നൈയിൽ വെച്ച് സമ്മാനമായി കിട്ടിയ പുലിപ്പല്ല് തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് വേടൻ മാലയാക്കി മാറ്റുകയായിരുന്നു. 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി വേടനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് വനംവകുപ്പിന്റെ നീക്കം. പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ലെന്നായിരുന്നു വേടന്റെ മറുപടി. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഞാനെല്ലാം അധികാരികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല, ഒരു രാസലഹരി ഉപയോഗിച്ചിട്ടില്ല. മാഷ ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാമത്. വേടന്റെ കേസിൽ നിയമ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുമെന്ന് വനംവകുപ്പ് മന്ത്രിയും പ്രതികരിച്ചു. പോലീസ് മറ്റൊരു കേസിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്താണത് കണ്ടെത്തിയത്. ആ കണ്ടെത്തലിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധിക്കുകയും അത് പുലിനഖമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം വേടനും സുഹൃത്തുക്കളും പ്രതിയായ കഞ്ചാവ് കേസിൽ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കി. പോലീസ് എത്തുമ്പോൾ മേശയ്ക്ക് ചുറ്റുമിരുന്ന് വേടനും സുഹൃത്തുക്കളും കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ അന്വേഷണം തുടരുന്നുണ്ട്. ഇവരെവിടെയാണ് ഈ ഗഞ്ചാവ് വാങ്ങിയത്, മറ്റ് എന്തെല്ലാം ഉണ്ട് എന്നത് നമ്മൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വനംവകുപ്പ് നിലവിൽ വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. സമ്മാനമായി കിട്ടിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചാൽ ഇളവ് ലഭിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. കഞ്ചാവ് കേസിൽ പുറത്തിറങ്ങാനായെങ്കിലും വനംവകുപ്പ് ചുമത്തിയ പുലിപ്പല്ല് കേസാണ് വേടന് തിരിച്ചടിയായി മാറിയത്. കർശന വകുപ്പുകൾ വനംവകുപ്പ് ചുമത്തുമ്പോൾ വേടന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് ലഭിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. സമ്മാനമായി ലഭിച്ചതാണെന്നും ഒറിജിനലാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നുമാണ് വേടൻ വനംവകുപ്പിന് മൊഴി നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.